എന്ന വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിമർശനമായിരുന്നു അത്. വെറുമൊരു പേരല്ല, അതിനു പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോ അടുത്ത ചോദ്യം ഇതാണ്: എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിന് ഇങ്ങനെയൊരു പേര് വീഴുന്നത്? എന്തൊക്കെയാണ് അതിന് കാരണമായത്? അത് മനസ്സിലാക്കാൻ നമുക്ക് ഈ കഥയെ ഒരു 4 പ്രധാന ഭാഗങ്ങളായിട്ട് ഒന്ന് തിരിച്ചു നോക്കാം. ഓരോ ഭാഗവും പരിശോധിക്കുമ്പോൾ ഈ ജംഗൾ രാജ് എന്ന വാക്കിന് പിന്നിലെ ആ ഭീകരമായ സത്യങ്ങൾ നമുക്ക് പതിയെ മനസ്സിലാകും. അപ്പോ ഒന്നാമത്തെ കാര്യം, ഏതൊരു നാടിന്റെയും നട്ടെല്ല് എന്ന് പറയുന്നത് അവിടത്തെ നിയമവാഴ്ചയാണ്, അല്ലേ? അതായത് റൂൾ ഓഫ് ലോ. ആ കാലത്ത് ബീഹാറിലെ സാധാരണക്കാർക്ക് പേടിയില്ലാതെ ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ പറ്റിയിരുന്നോ? അവരുടെ ജീവനും സ്വത്തിനും എന്ത് സുരക്ഷയാണോ ഉണ്ടായിരുന്നത്? നമുക്ക് നോക്കാം. ദാ നോക്കൂ, ആ കാലത്ത് ഏറ്റവും കൂടുതൽ കേട്ടിരുന്ന 2 കാര്യങ്ങളാണ് ഈ കാണുന്നത്. ഒന്ന്, പണത്തിനു വേണ്ടി ആൾക്കാരെ തട്ടിക്കൊണ്ടുപോകുന്നത്. പിന്നെ ഭീഷണിപ്പെടുത്തി പണം പിടുങ്ങുന്നത്. ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതം എത്രത്തോളം പേടി നിറഞ്ഞതായിരിക്കുമെന്ന് ഓർത്തു നോക്കൂ. അതെ, കിഡ്നാപ്പിംഗ് എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രി പോലെ, ഒരു വ്യവസായം പോലെയാണ് ആ കാലത്ത് അവിടെ വളർന്നത്. പ്രത്യേകിച്ച് ഡോക്ടർമാർ, ബിസിനസ്സുകാർ, കുറച്ച് പൈസയൊക്കെയുള്ള ആളുകൾ, ഇവരെല്ലാം സ്ഥിരം ടാർഗറ്റുകളായി. ഇന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ വൈകുന്നേരം തിരിച്ചു വരുമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത അവസ്ഥ. ജീവിക്കാൻ പോലും പേടിയാകുന്നൊരു സാഹചര്യം. അപ്പോ സ്വാഭാവികമായും എന്ത് സംഭവിക്കും? ഇങ്ങനൊരു സ്ഥലത്ത് ആരെങ്കിലും ബിസിനസ് ചെയ്യുവോ? ഇല്ല. ഒരുപാട് വ്യവസായങ്ങളും പണക്കാരായ കുടുംബങ്ങളും അവരുടെ ജീവനും സ്വത്തും രക്ഷിക്കാൻ വേണ്ടി ബീഹാർ വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഒരു പലായനം തന്നെയായിരുന്നു അത്. ഇത് ആ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭാവിയെ ശരിക്കും തകർത്തുകളഞ്ഞു. ഈ അവസ്ഥയിൽ നമ്മൾ ആരെയാണ് ആശ്രയിക്കുക? പോലീസിനെ, അല്ലേ? പക്ഷേ അക്കാലത്ത് കേട്ട ഏറ്റവും വലിയ ആരോപണം എന്താണെന്നറിയോ? ജനങ്ങളെ രക്ഷിക്കേണ്ട പോലീസ് പോലും നിസ്സഹായരായിരുന്നു എന്നത്. കാരണം പല കുറ്റവാളികൾക്കും വലിയ രാഷ്ട്രീയ സംരക്ഷണമുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ നിയമം വെറുമൊരു നോക്കുകുത്തിയായി മാറി. ഓക്കെ, അപ്പം നിയമം തകർന്നാൽ പിന്നെന്ത് സംഭവിക്കും? സമൂഹം പലതായിട്ട് വിഭജിക്കാൻ തുടങ്ങും. ബീഹാറിൽ സംഭവിച്ചതും അതുതന്നെയാണ്. നമ്മളിനി നോക്കാൻ പോകുന്നത് രണ്ടാമത്തെ, അതിലും ഭീകരമായൊരു സത്യമാണ്: ജാതിയുടെ പേരിൽ നടന്ന അതിക്രൂരമായ സംഘർഷങ്ങൾ. ഈ പേരുകളൊന്ന് ശ്രദ്ധിക്കൂ: ലക്ഷ്മൺപൂർ ബാധേ, ശങ്കർ ബിഗഹ. ഇതൊന്നും വെറും സ്ഥലപ്പേരുകളല്ല. ബീഹാറിന്റെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത ചില അധ്യായങ്ങൾ എഴുതി ചേർത്ത, ജാതിയുടെ പേരിൽ വലിയ കൂട്ടക്കൊലകൾ നടന്ന സ്ഥലങ്ങളാണിവയ. ഈ കാണുന്ന നമ്പറുകൾ നോക്കൂ. ഇവ വെറും അക്കങ്ങളല്ല, ഓരോന്നും ഓരോ മനുഷ്യജീവനുകളാണ്. ലക്ഷ്മൺപൂർ ബാധയിൽ 58 ദളിതരാണ് കൊല്ലപ്പെട്ടത്. അതിന് പ്രതികാരമെന്നോണം 2 വർഷം കഴിഞ്ഞ് ശങ്കർ ബിഗഹയിൽ 23 ഉയർന്ന ജാതിക്കാരും കൊല്ലപ്പെട്ടു.